നമസ്കാരം, ഡോക്ടർ അൽഫീനയാണ്. നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് കർശനമായ ആഹാര നിയന്ത്രണവും ജീവിതശൈലിക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതും മാൻഡേറ്ററിയാണ്. എന്നാൽ ചില ആളുകൾ വിചാരിക്കുന്നത് വലിയ എന്തോ ബുദ്ധിമുട്ട് പിടിച്ച സംഗതിയാണ്. പ്രത്യേകിച്ച് പഥ്യം നോക്കുമ്പം ഡെഫിഷ്യൻസികൾ ഉണ്ടാവുമോ, ആരോഗ്യം നഷ്ടപ്പെട്ട് കുഴഞ്ഞു വീഴുമോ എന്നൊക്കെയാണ് പല ആളുകളും ചിന്തിക്കുന്നത്. എന്നാൽ നമ്മോടിപ്പോൾ ഒരു കൊച്ചും എടുക്കാനുണ്ട്. നമുക്ക് അവനെ ഒന്ന് പരിചയപ്പെട്ടിട്ട് തിരിച്ചു വന്നാലോ? ചാണ്ടിച്ചാ, നീ വന്നേ. എത്ര വയസ്സായി? 6 വയസ്സ്. ഈ ഒരു കുഞ്ഞു പ്രായം അല്ലേ? ടെംപ്റ്റേഷൻസ് ഒത്തിരി ഉണ്ട്. ചോക്ലേറ്റുകളും ഐസ്ക്രീമും ഒക്കെ കഴിക്കാനുള്ളൊരു ഭയങ്കര പ്രലോഭനങ്ങൾ വരുന്ന ഒരു സമയമാണ്. അപ്പൊ ചാണ്ടിച്ചന് എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ട്? ഇവിടെ എന്തിനാ മരുന്ന് മേടിക്കാനായിട്ട് വന്നേ? എനിക്ക് പനി, ഇടയ്ക്കിടയ്ക്ക് പനി വരുമായിരുന്നു അല്ലേ? ജലദോഷം ഉണ്ടാവുമായിരുന്നോ? പിന്നെ ചുമ, തുമ്മുമായിരുന്നോ? തുമ്മലുണ്ടാവും. ദേഹത്തൊക്കെ ചൊറിയുന്നുണ്ടായിരുന്നോ? എവിടെയായിരുന്നു ചൊറിച്ചിൽ വരുന്നത്? മേല് മൊത്തം ചൊറിഞ്ഞു പൊട്ടും. പിന്നെ തലവേദനയോ? ഇടയ്ക്ക് വരും. കൈക്ക് കാലിനൊക്കെ വേദന ഉണ്ടായിരുന്നോ? ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ എത്ര നാളിങ്ങനെ വേദനയും ബുദ്ധിമുട്ടും തുമ്മലും അലർജിയൊക്കെ ഉണ്ടായി? ശ്വാസം വലിച്ചുകൊണ്ടിരുന്ന മൂക്കിൽ കൂടെയാണോ വായിക്കൂടെയായിരുന്നോ? വായിക്കൂടെ. ഇതൊക്കെ തുടങ്ങിയിട്ട് എത്ര നാളായിന്ന് ഓർക്കുന്നുണ്ടോ? കുറെ നാളായോ ഈ ബുദ്ധിമുട്ടൊക്കെ തുടങ്ങിയിട്ട്? എന്നിട്ട് എന്ത് ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ വെക്കുമായിരുന്നോ? മരുന്ന് കഴിക്കുമായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ഈ ബുദ്ധിമുട്ടൊക്കെ ഇവിടെ വന്ന് ചികിത്സ എടുത്തിട്ട് മാറിയോ? ഇപ്പൊ എത്ര നാൾ ട്രീറ്റ്മെന്റ് എടുത്തു? 1 മാസം. പത്തിയൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയോ? കറക്റ്റ് ആയിട്ട് നോക്കി. പത്തി നോക്കാൻ മടിയുണ്ടായിരുന്നോ? മടിയില്ല. സ്മാർട്ടായി അല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? പത്തി നോക്കി മരുന്നൊക്കെ കഴിച്ചിട്ട് അസുഖങ്ങളൊക്കെ പോയോ? പോയി. പിന്നെ പനി വന്നോ? പനി വന്നില്ല. ഇപ്പൊ തുമ്മലുണ്ടോ? ഇല്ല. മൂക്കിൽ കൂടിയാണോ വായിക്കൂടിയാണോ ഇപ്പൊ ശ്വാസം വലിക്കുന്നേ? മൂക്കിക്കൂടെ. നന്നായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. തലവേദന ഉണ്ടോ? ഇപ്പൊ തലവേദന ഉണ്ടോ? തലവേദന ഉണ്ടോ? ഇല്ല. കൈയും കാലും ഒക്കെ വേദന ഉണ്ടോ ഇപ്പോ? ഇല്ല. നല്ല സ്മാർട്ടായിട്ട് ഓടി കിടന്ന് കളിക്കുന്നുണ്ടോ? ചില ആളുകൾ പറയാറില്ലേ, പഥ്യം നോക്കുമ്പോ അയ്യോ മെലിഞ്ഞു പോയി, ക്ഷീണിച്ചു പോയി, കുറഞ്ഞു പോയി. ഇവൻ അങ്ങനെ വല്ല ക്ഷീണം വല്ലതും ഉണ്ടായോ? ക്ഷീണമില്ല. നിന്റെ വെയിറ്റ് എത്രയായിരുന്നു വരുമ്പോ? വന്നതിലും വെയിറ്റ് കുറയാണോ കൂടുവാണോ ചെയ്തേ? കൂടി. അത് മിടുക്കനായി അല്ലേ? അസുഖവും മാറി. ഇപ്പൊ നല്ല വിശപ്പായോ? എല്ലാം കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ് ബോയ്. നല്ല മിടുക്കനായി. ഇവന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് അലർജിയുടെ ബുദ്ധിമുട്ടുകളാണ്. തുമ്മലും ജലദോഷവും തലവേദനയും ഒക്കെ വന്ന് അത് പനിയായിട്ട് മാറുന്നു. അന്നേരം ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകുന്നു. നെബുലൈസേഷൻ, ഇഞ്ചക്ഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്ത് അവൻ്റെ ഒന്ന് കുറഞ്ഞു വരുമ്പോഴേക്കും അവൻ്റെ വീട്ടിലെ മറ്റു കുഞ്ഞുങ്ങൾക്കും പേരൻസിനും എല്ലാം ഇത് പിടിക്കും. അങ്ങനെ അവരും ഹോസ്പിറ്റലിലെല്ലാം പോയി അവരുടെ ഒന്ന് കുറയുമ്പോൾ വീണ്ടും ഇവന് വരുന്നു. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട്. അപ്പൊ ഇവൻ ഈ പഥ്യം നോക്കി ഇവനുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പൊ പഥ്യം നോക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഡെഫിഷ്യൻസികൾ ഉണ്ടാവുമോ അതോ ആരോഗ്യം മെച്ചപ്പെടുവാണോ? നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ഇവനെ സംബന്ധിച്ച് വളരെ ചെറിയ പ്രായമാണ്. ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ആകുന്നതേ ഉള്ളൂ. ഈ ഒരു അവസരത്തിൽ ഇമ്മ്യൂൺ സപ്രസീവ് ആയിട്ടുള്ള മരുന്നും വളരെ സ്ട്രോങ് ആയിട്ടുള്ള മറ്റ് ആന്റിബയോട്ടിക്കിലും ഒക്കെ ചേരുമ്പോൾ അവൻ്റെ ഫ്യൂച്ചറിനെ അത് എങ്ങനെ ബാധിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം അല്ലേ? ഇവൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ എല്ലാ കുട്ടി പേഷ്യൻസും വളരെ മിടുക്കരായിട്ട് പഥ്യം നോക്കുന്ന ആളുകളാണ്. അതിൽ ഏറ്റവും സന്തോഷമായൊരു സംഗതി, ഈ കഴിഞ്ഞ SSLC പരീക്ഷയ്ക്ക് നമ്മുടെ ഒരു കുട്ടിക്ക് ഫുൾ A+ വാങ്ങി. ആ കുട്ടിയെ സംബന്ധിച്ച് തൈറോയിഡിന്റെ പ്രശ്നമാണ്, അലർജിയുടെ ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു ഹൈപ്പോ തൈറോയിഡ് ആയിട്ടുള്ളൊരു കുട്ടിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല, പഠിക്കണ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാൻ പറ്റില്ല. ക്ലാസ്സിലിരുന്ന് ഈ കുട്ടി ഉറങ്ങുമായിരുന്നു. എക്സാം എഴുതുന്ന സമയത്ത് കൈക്കും ഒക്കെ വേദനകൾ വരുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളെയൊക്കെ മറികടന്ന് അതിന് നല്ലൊരു വിജയം കൈവരിക്കാൻ സാധിച്ചത് ഈ പഥ്യം നോക്കിയതുകൊണ്ടല്ലേ? അവരുടെ എല്ലാവരുടെയും വീട്ടുകാരും പേരൻസും ഒക്കെ അതിശയിക്കുവാണ്, ഇവരിത്ര നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ. അപ്പം ഇവർക്കിത് പറ്റുമെങ്കിൽ അതെന്താണ് കാണിക്കുന്നത്? ഇത് വലിയ ബുദ്ധിമുട്ടായ സംഗതിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പലപ്പോഴും രസകരമായ സംഗതി, ഈ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ആളുകൾ 10 കഴിഞ്ഞ് 20-30 വർഷങ്ങളായിട്ട് ഇങ്ങനെ വിട്ടുമാറാത്ത അസുഖങ്ങളാൽ ബാധിക്കപ്പെട്ടവരാണ്. മരുന്നുകൾ കൊണ്ട് മാത്രമാണ് അവരുടെ ജീവിതം പിടിച്ചു നിൽക്കുന്നത്. ഇനി ഇത് മുന്നോട്ട് പോയാൽ
എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരുന്നതെന്ന് തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള അറിവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളുകളാണ് ഇവർ പലരും. പലപ്പോഴും ഹോസ്പിറ്റലുകളിൽ പോയി ഭീമമായ തുക ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്ന ആളുകളാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇത് പറ്റുമെങ്കിൽ ഇത് കാണിക്കുന്നത് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. പക്ഷെ ആ ഒരു ബോധ്യം ഉണ്ടാവണം. തൻ്റെ ആവശ്യമാണെന്ന് തിരിച്ചറിയുന്ന ആളുകൾക്ക് മാത്രമേ ഇത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.